കൃത്യമായൊരു കണക്കെടുപ്പില്ലാതെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുടങ്ങി 2 മെഡിക്കൽ കോളേജ് എന്ന് പറയുകയാണ്. ഈ മെഡിക്കൽ കോളേജുകൾ ഒരുപാട് തുടങ്ങുമ്പോൾ തയ്യാറെടുപ്പുകളില്ലാതെ തുടങ്ങുമ്പോഴത്തേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറഞ്ഞു പോകും. കേരളത്തിലെ പല പുതിയ മെഡിക്കൽ കോളേജുകളും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കൗൺസിലിൻ്റെ പരിശോധനയ്ക്ക് വരുമ്പോൾ മറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ആളെ വലിച്ചിട്ടാണ്. ഇതേ സംഭവം പുതിയതായി തുടങ്ങിയെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്ന, ഈ സർക്കാർ അവകാശപ്പെടുന്ന കാസർഗോഡ് മെഡിക്കൽ കോളേജിലും വയനാട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നതായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന പല മെഡിക്കൽ കോളേജുകളുമുണ്ട്. സ്റ്റാഫിൻ്റെ എണ്ണം കുറവായിട്ട് പോലും കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ടും ഒരുപാട് മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കഷ്ടിച്ച് നടന്നു പോകുന്ന മെഡിക്കൽ കോളേജുകളുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലേക്ക് ഒരു ദിവസം 700 പേരൊക്കെയാണ് വരുന്നത്. ഒരു 100 പേരിൽ കൂടുതൽ 2-3 പേർ കാണാൻ പറ്റില്ല. പക്ഷേ 700 പേരെയും കാണേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നിലവാരം കുറയും, ഗുണനിലവാരം കുറയും. അത്യാവശ്യക്കാരനായിരിക്കില്ല ചിലപ്പോൾ ആദ്യം കാണേണ്ടി വരുന്നത്. ചിലപ്പോൾ സ്വാധീനമുള്ളവനെയോ അല്ലെങ്കിൽ ബഹളം വയ്ക്കുന്ന ഒരാളെയൊക്കെ ചിലപ്പോൾ ആദ്യം കണ്ടെന്ന് വരും. യഥാർത്ഥത്തിൽ ചികിത്സ വേണ്ട, ശ്രദ്ധ വേണ്ട, പണമില്ലാത്ത പാവപ്പെട്ടവൻ ചിലപ്പോൾ അവസാനമായിപ്പോവും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയും തട്ടിമുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന മെച്ചപ്പെട്ട മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിനെ പലരെയും ഈ പുതിയ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയാണ്, മെഡിക്കൽ കൗൺസിലിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ പുതിയതായിട്ട് സ്റ്റാഫിനെ കൊടുക്കണം.